ഭക്തിയും വിശ്വാസവും ഒത്തുചേരുന്ന മഹാമേള, കേരളത്തിലെ കുംഭമേള. നിളയുടെ തീർത്ഥത്തിൽ ഗംഗയുടെ പുണ്യം തേടി നിള സ്നാനത്തിനും നിള ആരതിയിലും പങ്കെടുക്കാനായി വിവിധ ദേശങ്ങളിൽ നിന്ന് ധാരാളം ജനങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് ഒഴുകിയെത്തുന്നു. ഇന്നലെ അത്യപൂർവ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. തിരുനാവായ പടിഞ്ഞാറേ കടവിൽ നിന്ന് നിള ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് താൽക്കാലിക പാലത്തിലൂടെ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. പുഴയുടെ മധ്യഭാഗത്ത് ഒരുക്കിയ യജ്ഞശാലയ്ക്ക് സമീപമാണ് നിള ആരതി നടക്കുന്നത്. സൂര്യാസ്തമയത്തിന് പിന്നാലെ 6:45 കാശിയിൽ നിന്നുള്ള പണ്ഡിറ്റുമാരുടെ നേതൃത്വത്തിൽ നിള ആരതി ചടങ്ങുകൾ ആരംഭിക്കുന്നു. നിളയുടെ തീരവും നിളയും ദീപക്കാഴ്ചയിലമരുന്ന നിമിഷങ്ങൾ. മോഹൻജി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദിവസേന നടക്കുന്ന നിള ആരതി കാണാനായി നിയന്ത്രണാതീതമായ ജനത്തിരക്ക് തന്നെ. ഫെബ്രുവരി 3 മാഘമാസത്തിലെ മകന്നാളിൽ നടക്കുന്ന അമൃത സ്നാനത്തോടെയും പൂജയോടെയും മഹോത്സവം സമാപിക്കും. ഇനി ഗംഗാ ആരതിയിൽ ഉപയോഗിക്കുന്ന മൂലകങ്ങളുടെ അർത്ഥങ്ങൾ. ആരതിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് കാര്യമായ പ്രതീകാത്മകതയുണ്ട്. ശംഖ് നിഷേധാത്മകതയെ ഇല്ലാതാക്കുകയും പോസിറ്റിവിറ്റിയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദൈവികതയുടെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രകാശത്തെ പ്രതിനിധീകരിക്കുന്നത് ദീപങ്ങൾ. ധൂപവർഗങ്ങൾ ആരതിക്ക് മുന്നേയായുള്ള സുഗന്ധമുള്ള പുക പുറപ്പെടുവിക്കുന്നത്. ഇത് ചുറ്റുപാടുകൾ ശുദ്ധീകരിക്കുകയും പോസിറ്റീവ് എനർജി ആകർഷിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുഷ്പങ്ങൾ അർപ്പിക്കൽ എന്നതുകൊണ്ട് ആദരവ് അർപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നു. പുണ്യഗീതങ്ങൾ ആലപിക്കുന്നത് വേദമന്ത്രങ്ങളുടെ ധ്വനികൾ ആത്മീയവും ഊർജ്ജസ്വലവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു.